നമസ്കാരം. തമിഴ്നാട് തൂത്തുക്കുടി ജില്ലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു രണ്ട് കൊലപാതകത്തിൻ്റെ കഥയാണ്. സംഭവം നടക്കുന്നത് 2020 ജൂൺ 19 ഈ അപ്പനും മകനും, അതായത് ജയരാജ് ബെന്നിക്സ് എന്ന് പറയുന്ന തന്തയും മകനും. തന്തയ്ക്ക് ഒരു ഫർണിച്ചർ കടയും മകന് ഒരു സെൽഫോണിൻ്റെ മൊബൈൽ ഷോപ്പുമാണ്. രണ്ടും രണ്ട് സ്ട്രീറ്റിലാണ്, തൊട്ടടുത്ത് തന്നെ, അപ്പുറം. അപ്പം വൈകുന്നേരം 7 മണിയോടുകൂടി കട അടയ്ക്കുന്നതിൽ താമസം ഉണ്ടായി. അത് ചോദ്യം ചെയ്തതിൽ അദ്ദേഹം, അതായത് അപ്പൻ, പോലീസിനെ എതിർത്ത് അനാവശ്യം പറഞ്ഞു എന്ന പേരിൽ അപ്പനെ പോലീസ് കൈയോടെ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. വിവരം മകനെ അറിയിച്ചു. അയൽവക്കത്തെ കടക്കാരെ അറിയിച്ചതിൻ്റെ പേരിൽ മകൻ അത് അന്വേഷിച്ചു പോയിരുന്നു സ്റ്റേഷനിൽ. സംഭവം നടന്നപ്പോഴത്തേക്കാണ്ട് 8 മണിയായി. സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് 8 മണിയായി. അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് മകനോട് പോലീസുകാർ പറഞ്ഞ മറുപടി ആകട്ടെ, എന്നാൽ നീ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് മാത്രമേ ഇവിടുന്ന് പോവുകയുള്ളൂ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഭാഗത്ത് കയറുക, വിശദമായിട്ട് പറഞ്ഞു തരാം എന്നും പറഞ്ഞ് മകനെ കൂടി കീഴ്പ്പെടുത്തി പുലരുവോളും അപ്പനെയും മകനെയും ഉപദ്രവിച്ച് അവരെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ശേഷം കോവിൽപ്പട്ടി എന്ന സ്ഥലത്ത് കോടതി കൊണ്ട് അടയ്ക്കുകയായിരുന്നു. ഇതാണ് സംഭവവികാസം. ഇതൊക്കെ ഏകദേശമൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ 21-ാം തീയതി ആദ്യം മകൻ മരിക്കുകയും ശേഷം അപ്പൻ മരിക്കുകയും കൂടി ചെയ്യുകയായിരുന്നു. രണ്ടുപേരും കൂടെ മരണപ്പെട്ടപ്പോഴത്തെ സംഭവം ഏതാണ്ട് ഉറപ്പായി. പോലീസിൻ്റെ ക്രൂരമർദ്ദനം കാരണം മരണപ്പെട്ടതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി. പക്ഷേ പോലീസാവട്ടെ ഇവർക്ക് മരണത്തിലൂടെ, അല്ലെങ്കിൽ ഇവർക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച മരണമല്ല, മറിച്ച് ഇവർക്ക് കാര്യമായ അസുഖങ്ങളുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് തമിഴ്നാട് പോലീസ് പരമാവധി ശ്രമിച്ചു. ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. ഈ അപ്പനും മകനും വ്യാപാരികളായിരുന്നുകൊണ്ട് സാത്താംകുളം എന്ന് പറയുന്ന ആ പ്രദേശത്ത് വ്യാപാരികളെല്ലാം സംഘടിതരായി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, ഇതെങ്ങനെ സംഭവിച്ചു, പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നിരിക്കെ പോലീസിൽ ചെന്ന് കഴിഞ്ഞാണല്ലോ ഇവർ മരണപ്പെട്ടത് എന്നൊക്കെ കാര്യമായ അന്വേഷണങ്ങൾ നടത്തി, പ്രതിഷേധം നടത്തി. അന്വേഷണമല്ല, പ്രതിഷേധം നടത്തി. പോരാത്തതിന് കൊറോണയുടെ അവസാന കാലഘട്ടമായിരുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയകളെല്ലാം ഈ മരണം ഏറ്റെടുക്കുകയും ചെയ്തു. അത് തമിഴ്നാട് ഉടനീളം വല്ലാത്ത ജനരോഷം ഉണ്ടായി എന്ന് വേണം പറയാൻ. അത്രത്തോളം ക്രൂരമർദ്ദനവും കൊലപാതകവുമായിരുന്നു ഈ അപ്പൻ്റെയും മകൻ്റെയും. നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എടപ്പാടി കെ പഴനിസ്വാമി പറയുകയും ചെയ്തു, അത് പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് സംഭവിച്ചതല്ല, അപ്പനും മകനും കാര്യമായ അസുഖങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് നിയമത്തിൻ്റെ കൃത്യമായ നിയമാനുസൃതം തന്നെയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. കോടതി കൊണ്ട് രാത്രി കോടതി കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തു, കോടതി കൊണ്ട് ഹാജരാക്കിയ ശേഷമാണ് ഇവർ കോവിൽപ്പട്ടി കൊണ്ട് സബ് ജയിലിൽ വെച്ചതെന്ന് ശരിക്കും ഓർക്കണം. ഈ സാത്താംകുളം എന്ന് പറയുന്ന പ്രദേശം തൂത്തുക്കുടി ജില്ലയുടെ പടിഞ്ഞാറ് അറ്റത്താണ് നിൽക്കുന്നത്. പടിഞ്ഞാറ് അറ്റം. ഈ സാത്താംകുളത്ത് നിന്നൊരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി ജില്ലയുടെ ബോർഡറാണ് വരുന്നത്. അവിടെ നിന്നൊരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി ജില്ലയുടെ ബോർഡറാണ് വരുന്നത്. എന്നിരിക്കെ ഇവർ സാത്താംകുളത്ത് നിന്നും തൊട്ടടുത്ത് പോകാനാണ് ജയിലിൽ കൊണ്ടാക്കാനാണെങ്കിൽ തൂത്തുക്കുടിയിലാക്കാം. തൂത്തുക്കുടിയാണല്ലോ വലിയ സിറ്റി, ക്യാപിറ്റൽ സിറ്റി ആ ജില്ലയുടെ. അവിടെ ജയിലുണ്ട്, അവിടെ കൊണ്ടാക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ തിരുനെൽവേലി കൊണ്ടാക്കാം. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഏതാണ്ട് 100 കിലോമീറ്റർ അടുത്ത ദൂരമുണ്ട് യാത്ര ചെയ്യിപ്പിച്ച് കോവിൽപ്പട്ടി കിടക്കുന്നത് തൂത്തുക്കുടി ജില്ലയുടെ വടക്കേ അറ്റമാണ്. ആ കോവിൽപ്പട്ടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിരുദനഗർ ജില്ലയാണ്. മനസ്സിലായി? ഒരു എൻഡാണ് ഈ കോവിൽപ്പട്ടി എന്നൊക്കെ പറയുന്നത്. ഇവിടെ കൊണ്ടാക്കാനായിട്ട് ഇവർ പോലീസ് ഉപയോഗിച്ച ബുദ്ധിയാവട്ടെ സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുപോയത്. പോലീസിന് വാഹനങ്ങളില്ലേ? എന്നിട്ട് സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുപോയത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടിച്ചിടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇവരുടെ ഡ്രസ്സെല്ലാം മാറ്റി, എന്നിട്ടും ബ്ലഡ് ലീക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ. മനസ്സിലായി? തമിഴ്നാട് ഹൈക്കോടതിയുടെ മധുര ശാഖ നേരിട്ട് സ്വമേധ ഈ കേസ് എടുക്കുകയായിരുന്നു. ഈ കേസ് എടുത്ത് നേരിട്ട് ഒരു ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കാര്യങ്ങളുടെ കിടപ്പും കാര്യങ്ങളൊക്കെ ഏതാണ്ട് അവർക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഉന്നത ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന്
തമിഴ്നാടാകട്ടെ കോടതി ഇടപെട്ടതായതാണ്. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ മേലാതെയായി. ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഈ കുറ്റം തെളിയാൻ പ്രധാന കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ്റെ വനിതാ ഉദ്യോഗസ്ഥയാണ്. ഒരു പോലീസുകാരി ഉണ്ടായിരുന്നില്ല, രേവതി എന്നോ മറ്റോ അവരുടെ പേര്. അവരാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറം ലോകത്തെ അറിയിക്കുന്നത്. പിന്നീട് ഈ കേസ് തെളിയിക്കാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ഡോക്ടറിൻ്റെ ഏറ്റുപറച്ചിലും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് അന്ന് തന്നെ തെളിഞ്ഞു 90% ഇത് പോലീസിൻ്റെ നീചമായ കൊലപാതകം തന്നെയാണ് എന്ന് തെളിഞ്ഞു. പിന്നെ ശരിക്കും പറഞ്ഞാൽ 3 വർഷം കൊണ്ട് തീരേണ്ട ഒരു കേസാണ്. പിന്നെ എന്തുകൊണ്ട് ഈ 5.25 വർഷം എത്തി എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ 6 വർഷം ജൂൺ മാസം ആകുമ്പോഴത്തെ 6 വർഷം ആവുകയാണ്. കാരണം കുറ്റവാളികൾ എന്ന് പറയുന്ന 10 പേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ 10 പേരിൽ ഒരു പോലീസുകാരന് കൊറോണ ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു, ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ശേഷിച്ച് 9 പോലീസുകാർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഈ 9 പോലീസുകാർക്കും കഴിഞ്ഞ ദിവസം ഏപ്രിൽ വരെ, ഈ മാസം ഏപ്രിൽ വരെയുള്ള സാലറി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. 50% ആൻഡ് 70% അവരുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട വക്കീല് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. തമിഴ്നാട് ഒന്നടക്കം കാത്തിരുന്ന ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഈ 9 പേർക്കും, കുറ്റവാളികളായ പോലീസുകാർ 9 പേർക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിയാണ് തമിഴ്നാട് ജനത ഒന്നടക്കം സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറെ ഈ സംഭവം പൂർണ്ണമായും തെളിയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ഹൈക്കോടതി നേരിട്ടിടപെട്ട് ആണ് ഈ കേസിന് നേതൃത്വം കൊടുത്തത്. ഒരു കാരണവശാലും ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി ഉണ്ടായിരുന്നു, അറിയിപ്പുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം പോലും കൊടുക്കരുത്. ജാമ്യം കൊടുക്കേണ്ടി വന്നാൽ ഹൈക്കോടതിയായിട്ട് ആലോചിച്ച് ബന്ധപ്പെട്ട ശേഷമേ കൊടുക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങളൊന്നും തീരുമാനിക്കരുത് എന്ന് മധുര ജില്ലാ കോടതിയോട് പ്രത്യേക അറിയിപ്പുണ്ടായിരുന്നു എന്നതാണ്. തമിഴ്നാട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 9 പോലീസുകാർക്ക്, ഒരു സ്റ്റേഷനിലെ 9 പോലീസുകാർക്ക്, ഒരാൾ മരിച്ചുപോയി, അല്ല അയാളും കൂടെ ഇതിനകത്ത് പെടേണ്ടായിരുന്നു, 9 പേർക്ക് വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. കാരണം തമിഴ്നാടിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ നാഴി വരെ പോലീസുകാരെ പറയത്തക്ക കാര്യമായ ഒരു തരത്തിലും ശിക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ ജീവിതശൈലികളും അവിടുത്തെ സാംസ്കാരികതയും. എന്തിനധികം പറയുന്നു, 2019 തൃശ്ശിനാപ്പള്ളിയിൽ വെച്ച് വൈകുന്നേരം ഏതാണ്ട് ഒരു 7 മണി നേരത്ത് ഹെൽമെറ്റിന് വേണ്ടിയുള്ള പരിശോധനയ്ക്കിടയ്ക്ക് ഒരു ഭാര്യയ്ക്കാണെങ്കിൽ 2 മാസം ഗർഭിണിയോ മറ്റോ ആയിരുന്നു. ആ സ്ത്രീ കടന്നുപോയപ്പോഴത്തേക്ക്, അവർ വണ്ടി കടന്നുപോയപ്പോഴത്തേക്ക് കൈ കാണിച്ചിട്ട് അവരുടെ വണ്ടി നിർത്തിയില്ല എന്നും പറഞ്ഞൊരു പോലീസുകാരനെ ഓടിച്ചെന്ന് ഒറ്റ ചവിട്ടി ഇവരാണ് ഭാര്യയും ഭർത്താവും 2 പേരും മൂക്കും കുത്തി താഴെ പോയി. പക്ഷേ ആ പോയ കൂട്ടത്തിൽ ആ സ്ത്രീക്ക് കാര്യമായ, ബാക്കിലിരുന്ന സ്ത്രീയില്ല, അവർക്ക് കാര്യമായ അടിയും കിട്ടി. അവർ ചികിത്സ കൊണ്ടാക്കി, ആശുപത്രി കൊണ്ടാക്കി. പക്ഷേ അവർ മരണപ്പെട്ടു. ഒടുവിൽ അതിന് പോലീസ് ചെയ്തത് എന്താ, നേരെ അയാളെ കൊണ്ടുപോയി നേരെ എയർ ക്യാമ്പിലേക്ക് മാറ്റി. 6 മാസത്തേക്ക് എയർ ക്യാമ്പിൽ മാറ്റിക്കഴിഞ്ഞ് 2020 കൊറോണ കാലഘട്ടത്ത് പോലീസ് നാഗപട്ടണത്ത് അദ്ദേഹത്തിന് ജോലി കൊടുത്തു എന്നുള്ളതാണ്. പറയത്തക്ക യാതൊരു നടപടി എടുത്തിട്ടില്ല. അത്തരം ശൈലികളാണ് തമിഴ്നാട്ടിൽ ഇക്കാലം അത്രയും നടന്നിരുന്നത്. അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് 9 പേരെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ വിധിയിലൂടെ നമ്മൾ ഒരു കാര്യം കൂടി അടിവരായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ പൗരന്മാരെല്ലാവരും ഈ നിയമത്തിന് വിധേയരാണ്. അത് പോലീസൊന്നോ പട്ടാളമെന്നോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് എന്ന് ഈ വിധിയിലൂടെ നമുക്ക് കാണിച്ചു തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് ആശ്വസിപ്പിക്കാൻ. സത്യത്തിൽ ഈ അപ്പനും മകനെയും പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊല്ലാൻ മാത്രമുള്ള ശിക്ഷകളൊന്നും, തെറ്റുകളൊന്നും അവർ ചെയ്തിട്ടില്ല. പോലീസ് FIRൽ ഇട്ടിരിക്കുന്ന എല്ലാം ഇവരുടെ പേർക്ക് ഇട്ടതെല്ലാം കള്ളം തന്നെയാണ് എന്ന് പിന്നീട് കോടതിയിൽ തെളിയുകയും ചെയ്തു. ഇവരും തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസത്തിൽ, ചെറിയ പോലീസ് SIയും ഈ കടക്കാരൻ ജയരാജും തമ്മിലുള്ളൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ ആണ് പറഞ്ഞു. കട അടയ്ക്കാനായിട്ട് പറയുകയോ മറ്റോ ചെയ്തതിൻ്റെ കൂടി ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. ആ വാക്ക് തർക്കത്തിൽ പോലീസുകാരനോടാണോ നീ ഇങ്ങനെ തട്ടിക്കേറി സംസാരിക്കുന്നത്, നീ പോലീസുകാരനോട് സംസാരിക്കാൻ മാത്രം നീ ആയോ, എന്നാൽ ഞാൻ പോലീസ് ആരാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന ഒരു ശത്രുത മനോഭാവം കൊണ്ട് സംഭവിച്ചതാണ്. അല്ലാതെ ഇവരും തമ്മിൽ ജന്മശത്രുക്കളോ ഇവർക്കും തമ്മിൽ കാര്യമായ സ്വത്ത് തർക്കമോ യാതൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾ ലോകത്ത് ഏറ്റവും വലിയ പൂരനൊന്നുമല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അയാൾ ഒളിവിൽ കഴിയുന്ന ആളും അല്ലായിരുന്നു. എന്തായാലും ഈ കേസ് തെളിയാൻ പ്രധാന കാരണമായ സാത്താൻകുളം സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥ രേവതി എന്നോ മറ്റോ ആണ് അവരുടെ പേര്. പിന്നെ കോവിൽപ്പെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, പിന്നെ ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം വഹിച്ച CBI ഉദ്യോഗസ്ഥർ,
ഒപ്പം തന്നെ കേസ് നേർവഴിക്ക് നടത്താനും കേസിൽ സത്യാവസ്ഥ തെളിയിക്കാനും മുൻകൈയെടുത്ത തമിഴ്നാട് ഹൈക്കോടതി എന്നിങ്ങനെ ഏവർക്കും പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.